ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി സമരത്തിൽ നിന്ന് മുങ്ങാൻ പാർട്ടി നായകനായ അഭിജിത്ത് ദീപ്കെ. ടൈഫോയിഡ് ബാധിതനെന്ന് പറഞ്ഞുകൊണ്ടാണ് സമരത്തിൽ നിന്ന് മാറി നിൽക്കാൻ അഭിജിത്ത് ദീപ്കെ തന്റെ ശ്രമം ആരംഭിച്ചത്. നിലവിൽ ജന്തർ മന്തർ പൂർണ്ണമായും അടച്ചും സമരക്കാരെ വലയം ചെയ്തിരിക്കുകയാണ് പോലീസ്. കേന്ദ്രമന്ത്രിമാരുടെ ഡീപ് ഫേക്ക് വീഡിയോ പ്രചരിക്കുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് ഡൽഹി പോലീസ് മുന്നറിയിപ്പ് നൽകി. ജന്തർ മന്ദറിൽ വൻ ആക്രമണത്തിന് പദ്ധതിയിടുകയാണെന്ന് പ്രചരിപ്പിച്ച് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് പാറ്റാക്കൂട്ടത്തിന്റേത്. അതേസമയം ജന്തർ മന്ദർ പൂർണ്ണമായും അടച്ച് കർശന നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത്. ജന്തർ മന്ദറിലെ ആക്രമണത്തിൽ 2000-ഓളം പേരെ തിരിച്ചറിഞ്ഞ് ഡൽഹി പോലീസ്. ക്രിമിനലുകളും കുറ്റവാളികളും അടക്കമുള്ളവരെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതിഷേധത്തിന്റെ മറവിൽ അക്രമവും ക്രമസമാധാന പ്രശ്നവും സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെ കുറിച്ച് അന്വേഷണം ഊർജിതമാണ്. ജൂലൈ 20 അക്രമ സംഭവങ്ങളിലും പൊതുമുതൽ നശിപ്പിച്ചതിലും പങ്കുള്ളവരെ CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടെത്തുന്നുവെന്നും പോലീസ് അറിയിച്ചു. 130 പോലീസുകാർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. 15 FIR രജിസ്റ്റർ ചെയ്തതായും 65 പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റുവെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. ജന്തർ മന്ദറിൽ സുരക്ഷാ ഡ്യൂട്ടിക്കായി 3000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിട്ടുള്ളത്. ജനം, ഡൽഹി.